ഇത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് സലാം പറയാനും പോകണ്ട. അത് പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. നമ്മളെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലമ അലാ സാഹിബി ബിദഅത്തിൻ ഫഖദ് അഹബ്ബ. ഒരു പുത്തനാശയക്കാരന് വല്ലവൻ സലാം പറഞ്ഞാൽ അവനെ അവൻ സ്നേഹിച്ചവനായി. അതിന് ഹദീസ് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യുജാലിസഹും, ആ പുത്തൻവാദികളുടെ കൂടെ ഇരിക്കരുത്, വലാ യഖ്റുബ മിൻഹും, അവരുമായി അടുക്കരുത്, വലാ യുഹന്നിഹും ഫിൽ അയ്യാദി വഅഖാതി സുറൂരി, പെരുന്നാളിന്റെ ദിനങ്ങളിലോ സന്തോഷമുള്ള സമയങ്ങളിലോ അവർക്ക് ആശംസ അർപ്പിക്കരുത്, വലാ യുസല്ലി ഇദാ മാതു, അവർ മരണപ്പെട്ടാൽ അവർക്ക് ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വിധം മയ്യിത്ത് നിസ്കരിക്കരുത്, വലാ യുതറഹമ അലൈഹിം ഇദാ ദുകിറു, അവരെ പേര് പറയുമ്പോൾ അവർക്ക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലരുത്, ബൽ യുആയിനുഹും വയുആദിഹും ഫില്ലാഹി അസ്സ വജൽ, മറിച്ച് അവരോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് ജീവിക്കണം. ഫില്ലാഹി അസ്സ വജൽ, അതേ നിനക്കും എനിക്കും അതാ കുടിക്കാൻ വെള്ളം തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, അതേ ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും ഒക്കെ ഫിറ്റ് ചെയ്ത് തന്ന, എല്ലാം തന്ന പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഈ പുത്തൻവാദികളോട് എതിർപ്പുള്ളവനാകണേ. മുഅ്മിനാണോ അവരോട് എതിർപ്പുള്ളവനാകണേ. മുഅ്തഖിദൻ ബുത്ലാന മദ്ഹബി അഹ്ലി ബിദ്അ, ഇത്തരം പുത്തനാശയക്കാരുടെ ആശയം ബാത്തിലാണ്, തെറ്റാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാതെ ദുനിയാവിന്റെ പേരിലല്ല. മുഹ്തസിബൻ ബിദാലിക സവാബൽ ജസീൽ വൽ അജ്റൽ കസീർ, അങ്ങനെ സുന്നിയല്ലാത്തവനുമായി മാറി നിൽക്കുന്നതിനാൽ പടച്ചവൻ വലിയ പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം ഉദ്ദേശിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മൻ നദറ ഇലാ സാഹിബി ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനെ ആരെങ്കിലും നോക്കിയാൽ, വെറുത്തുകൊണ്ട് നോക്കിയാൽ, ബർക്കത്തിന് നോക്കാനല്ല പറഞ്ഞത്, വെറുത്തുകൊണ്ട് നോക്കിയാൽ, മലഅല്ലാഹു ഖൽബൻ ഈമാനൻ അംനൻ വ ഈമാന, അവന്റെ മനസ്സിൽ അല്ലാഹു ഈമാനും അംനും നിറക്കുന്നതാണ്. അതേ സമയത്ത് ഇന്നെയും പറയാണ്, വമൻ ഇൻദഹറ സാഹിബ ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ ഫോളോ എന്ന് പറഞ്ഞിട്ട് തട്ടിവിട്ടാൽ, ബുദല്ലഹു അവനെ ഫില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വെറുത്തിട്ട്, അമിനഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തിൽ അല്ലാഹു അവനെ നിർഭയത്വം നൽകുന്നതാണ്. പിന്നെയും ഇങ്ങനെ ഒരുപാട് വിശദീകരിച്ചിട്ട് പറയാണ്, മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ വല്ലവനും സ്നേഹിച്ചാൽ, അഹ്ബത്തല്ലാഹു അമലഹു, അവന്റെ അമൽ അല്ലാഹു പൊളിച്ചു കളയും, വഅഖറജ നൂറൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു എടുത്തു കളയും. ഇന്നാ ലില്ലാഹ്, ഈമാനിന്റെ പ്രകാശം ഖൽബിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തരീഖത്തും അവിടുത്തെ ആശയവും പഠിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കണം. പിന്നെയും പഠിപ്പിക്കുകയാണ്, വൈദാ അലിമല്ലാഹു അസ്സ വജല്ല മിൻ റജുലിൻ അന്നഹു മുബ്തിലുൻ ലിസാഹിബി ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ വെറുക്കുന്നവനാണെന്ന് അല്ലാഹു ഒരാളെ കുറിച്ച് അറിഞ്ഞാൽ, വദഉതുല്ലാഹ തആല അൻ യഗ്ഫിറ ദുനൂബഹു വ യൻഖല്ല അമലുഹു, അമലൽപൻ ചുരുങ്ങിയാൽ പോലും അവന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇത്രയും ഗൗരവത്തോടുകൂടി മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്നത്തിൽ രേഖപ്പെടുത്തിയിട്ട് അവസാനം പറയാണ്, വഖദ് ലഅന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദിഅ, സുന്നിയല്ലാത്തവരെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു. അതിന്റെ ഹദീസ് ഉദ്ധരിക്കുന്ന, മൻ ഹദസ ഹദസൻ ഔ അവ മുഹ്ദിസൻ അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, സുന്നത്ത് ജമാഅത്ത് വിട്ടവനും സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്തവനെ കൂട്ടിപ്പിടിക്കുന്നവനും അവർ രണ്ടുപേരെയും അല്ലാഹുവിന്റെ ലഅനത്ത് അവർക്കുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വജനങ്ങളുടെ ലഅനത്തുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഹദീസിന്റെ ബാക്കി ഉദ്ധരിക്കുന്നു, വലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫ വൽ അദ്ൽ, അവന്റെ സർഫും അദ്ലും അല്ലാഹു ഖബൂൽ ചെയ്യൂല. സർഫ് കബൂൽ ചെയ്യില്ല, മീസാൻ കബൂൽ ചെയ്യില്ല എന്നല്ല, അത് വിശദീകരിക്കാൻ വിശദീകരിക്കണം. സർഫ് കബൂൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അൽ ഫരീള, ഫർളായ ഒരൊറ്റ അമലും അല്ലാഹു കബൂൽ ചെയ്യൂല. ഒരു പുത്തൻവാദിയായാൽ അവന്റെ നിസ്കാരം കബൂൽ ചെയ്യൂല, അവന്റെ സകാത്ത് കബൂൽ ചെയ്യൂല, അവന്റെ നോമ്പ് കബൂൽ ചെയ്യൂല, ഒരു ഫർളും കബൂൽ ചെയ്യൂല. പുത്തൻവാദിയുടെ മാത്രമല്ല, അവനെ കൂട്ടിപ്പിടിക്കുന്നവന്റെയും അവനുമായി നല്ല ബന്ധം പുലർത്തുന്നവന്റെയും ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂല. അതിൽ എന്നാൽ സുന്നത്താണ്, സുന്നത്തും ഫർളും അല്ലാഹു കബൂൽ ചെയ്യൂല. ഇതിന്റെ ഗൗരവം ചെറുതാണോ മുഅ്മിനീങ്ങളെ? സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ, ബിദ്അത്ത് അഥവാ പുത്തൻ ആചാരത്തിന്റെയും അതിന്റെ വക്താക്കളുടെയും അവരെ സഹായിക്കുന്നവരുടെയും അവരുമായി ബന്ധം പുലർത്തുന്നവരുടെയും അവസ്ഥയെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ പിൻബലത്തോടുകൂടെ മഹാന്മാരായ അഇമ്മത്ത് മുജ്തഹിദുകളും പൂർവ്വകാല പണ്ഡിതന്മാരും വിവരിച്ചത്. അപ്പോൾ ബിദ്അത്ത് എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ് എന്നും അതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് മുഅ്മിനീങ്ങളായ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നതും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത്, അനാചാരം എന്നതിനെ കുറിച്ച് പൂർവ്വകാല പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വിവരിച്ചുകൊണ്ട് ഏകദേശം 2 വർഷത്തിന് മുകളിലായി നാം നമ്മുടെ ക്ലാസ് റൂമിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബത്തുൽ കിറാമിന്റെ മാതൃക ഇല്ലാത്ത വിഷയങ്ങളെ മതപരമായ ആചാരമായും ദീനിന്റെ ഇബാദത്തായും വിശ്വസിക്കുകയോ
അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ ഇടവരുന്ന രൂപത്തിൽ നാം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടിക്കടത്തലാണ് എന്നും അള്ളാഹു പഠിപ്പിക്കാത്ത വിഷയം ദീനിന്റെ ഭാഗമാണ് എന്ന് അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നതിന് തുല്യമാണ് എന്നും മഹാനായ അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥം വിവരിച്ചുകൊണ്ടും മഹാനവറുകൾ വിവരിച്ച നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിന്റെയും മാതൃകയില്ലാത്ത വിഷയങ്ങളെ പിൽക്കാലത്ത് വന്ന ആളുകൾ ദീനിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അതിനെയെല്ലാം വിമർശിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ പോലും വളരെ ഗൗരവപൂർവ്വം ബിദ്അത്തുൻ ഖബീഹത്തുൻ മദ്മൂമത്തുൻ എന്നൊക്കെ വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹുവും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും ഉൾപ്പെടെയുള്ള ശാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പലതവണ ഇവിടെ നാം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബിദ്അത്ത് എന്ന് വിവരിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും സത്യം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിലെ ചിലർ നടത്താറുണ്ട്. അഥവാ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും പഠിപ്പിക്കാത്ത വിഷയങ്ങളെ ദീനിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടോ തോന്നിപ്പിച്ചുകൊണ്ടോ നാം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളോട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയോ മാതൃകാ യോഗ്യരായ ആളുകൾ ജനങ്ങൾ ആ നിലക്ക് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് അനാചാരമെന്ന് വിവരിച്ചപ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ബിദ്അത്ത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയും കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ മുതഅല്ലിമീങ്ങൾക്കും വേണ്ടി ഉണർത്തുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിരോധിച്ച കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിരോധിച്ച കാര്യങ്ങൾ ഒന്നുകിൽ ഹറാമായിരിക്കും അല്ലെങ്കിൽ കറാഹത്തായിരിക്കും. അതിനെ പിന്നെ ബിദ്അത്ത് എന്ന് നാമകരണം ചെയ്യുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. എന്നാൽ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിദ്അത്ത് എന്നവർ വിശേഷിപ്പിച്ച കാര്യങ്ങളിൽ ഏകദേശവും നമ്മുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷത്തിൽ നല്ല കാര്യങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ വളരെ മഹത്വമേറിയ രാത്രിയാണെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ശഅബാൻ 15-ന്റെ രാത്രിയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല ഏർപ്പാടായ നിസ്കാരം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തുകളിൽപ്പെട്ട ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം, അതിനെക്കുറിച്ച് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി എന്നാണ്. ഇവിടെ ശഅബാൻ 15 മഹത്വമില്ലാത്തത് കൊണ്ടോ നിസ്കാരം നല്ല കാര്യമല്ലാത്തത് കൊണ്ടോ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലോ വിലക്കുണ്ടായത് കൊണ്ടോ അല്ല, മറിച്ച് ശഅബാൻ 15-ന്റെ രാത്രിക്ക് മഹത്വമുണ്ട്, നിസ്കരിക്കുന്നതിന് മഹത്വമുണ്ട്, ഖുർആൻ ഓതുന്നതിന് മഹത്വമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇവയെല്ലാം സംയോജിപ്പിച്ച ഒരു നിസ്കാരം ആ രാത്രിയിൽ ഉണ്ടാക്കാൻ നമുക്ക് അള്ളാഹു അധികാരം നൽകാത്തത് കൊണ്ട് മാത്രമാണ് അത് ബിദ്അത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. സമാനമായി തന്നെ അഖീഖ ദിവസം സൂറത്തുൽ അൻആം ഓതുക എന്നത് പരമാവധി ശക്തി ഉപയോഗിച്ച് തടയപ്പെടേണ്ട കാര്യമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹുവും വിവരിച്ചത് നാം ഇവിടെ കിതാബ് സഹിതം പലപ്പോഴായി വിവരിച്ചിട്ടുണ്ട്. അവിടെയും ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ ജനനത്തിന്റെ പേരിൽ ഒരു അഖീഖ അറുക്കാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ്. പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത് വലിയ മഹത്വമേറിയ കാര്യമാണ്. ആ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ അൻആം, അഥവാ നാമുകളെ കുറിച്ച് പരാമർശിക്കുന്നതും ആ പേരിൽ അറിയപ്പെടുന്നതുമായ ആ സൂറത്ത്. ആ സൂറത്ത് ഓതുക എന്നത് ബിദ്അത്താണ് എന്നും അത് സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്നും പണ്ഡിതന്മാർ വിവരിച്ചു തന്നത് അള്ളാഹു ഈ സൂറത്ത് ഈ ദിവസത്തിൽ ഓതരുത് എന്നേ വിലക്കിയത് കൊണ്ടല്ല എന്നത് നാം മനസ്സിലാക്കുക. പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ഈ പറയപ്പെട്ട ബിദ്അത്തുകൾക്കും ബിദ്അത്തിനെ താങ്ങി നടക്കുന്നവർക്കും ലഭിക്കുന്ന ശിക്ഷയും അവരുടെ ദുരവസ്ഥയും നേരത്തെ വിവരിക്കപ്പെട്ട ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുക, ഇത് എന്തുകൊണ്ട് ബിദ്അത്തായി? അഖീഖ അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആം ഓതുക എന്നത് അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ല. അത് സൂറത്തുൽ അൻആം ഖുർആനിൽപ്പെട്ട ഭാഗമാകാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അത് ഓതരുതെന്ന് വിലക്കുണ്ടായത് കൊണ്ടോ അല്ല, മറിച്ച് അങ്ങനെ ഒരു നിർദ്ദേശം അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല, സ്വഹാബത്തുൽ കിറാമിന്റെ മാതൃക ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിന്തിക്കുക, പരിശുദ്ധമായ ദീനിലേക്ക് നമ്മുടെ വകയായി ഒന്നും തന്നെ കടത്തിക്കൂട്ടാൻ നമുക്ക് നിർവാഹമില്ല. അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതും സ്വഹാബത്തുൽ കിറാം മാതൃക കാണിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ മതപരമായ ആചാരമായും അനുഷ്ഠാനമായും ഇബാദത്തായും നമുക്ക് കൊണ്ടു നടക്കാൻ പാടുള്ളൂ എന്ന വിഷയമാണ്
മഹാന്മാർ ഇവിടെയൊക്കെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുള്ള വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദീനിലേക്ക് ഉലുവ് കാണിക്കാൻ പാടില്ല. ഫകുല്ലു മൻ ഫഅല അംറൻ മൂഹിമൻ അന്നഹു മശ്റൂഉൻ വലൈസ കദാലിക. ദീനിന്റെ ഭാഗമാണ്, ദീനിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ് എന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ ഏതൊരു പ്രവൃത്തി ആര് ചെയ്യുന്നുവോ ഫഹുവ ഗാലിം ഫീ ദീനിഹി, അവൻ അള്ളാഹുവിന്റെ ദീനിൽ ഉലുവ് കാണിച്ചവനാണ്, അതിനെ വിട്ട് കിടക്കുന്നവനാണ്. മുബത്തദിഉൻ ഫീഹി, ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കിയവനാണ്. ഖായിലുൻ അലല്ലാഹി ഗൈറൽ ഹഖി, അള്ളാഹുവിന്റെ മേൽ അസത്യം പറയുന്നവനാണ്. ബിലിസാനി മഖാലിഹി വലിസാനി ഹാലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ നാവുകളെ കൊണ്ടോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീനിൽപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഷയം ദീനിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് മൊത്തത്തിൽ ദീനിന്റെ ഭാഗമാണെങ്കിൽ പോലും, അഥവാ ഖുർആൻ ഓതുന്നതും നിസ്കാരം നിർവഹിക്കുന്നതും ഒക്കെ ദീനിന്റെ ഭാഗമാണെങ്കിലും, ഈ നിശ്ചിത ദിവസങ്ങളിൽ നിസ്കാരം നിർവഹിക്കുന്നതും ഖുർആൻ ഓതുന്നതും എന്തിനധികം നമുക്ക് എപ്പോഴും എത്രയും ചൊല്ലാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് പോലും ബാങ്കിന്റെ മുമ്പ് നിർവഹിക്കുമ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകം സുന്നത്താണ്, അഥവാ മറ്റു സമയങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുണ്യം ഈ സമയത്ത് സലാത്ത് ചൊല്ലുന്നതിന് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും സലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതുപോലും തടയേണ്ടതാണ്. കാരണം ലിഅന്നഹു തശ്രീഉൻ ബിഗൈരി ദലീലിൻ, യഥാർത്ഥ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ശറഈൻ ഒരു നിയമം ഉണ്ടാക്കലാണ് അത്. അതുകൊണ്ട് വമൻ ശറഅ ബിലാ ദലീലിൻ യുസ്ദറു അൻ ദാലിക വയുൻഹാ അൻഹു, പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ആരെങ്കിലും ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നാൽ അതൊക്കെ തടയപ്പെടേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫതാവൽ കുബ്രയിൽ വിവരിച്ചത് നാം മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാഹ്യമായി എത്ര നല്ല കാര്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എങ്ങനെയാണോ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ നിർവഹിക്കുക എന്നതല്ലാതെ പൊതുവായി നിർദ്ദേശിച്ച അഥവാ ആമായ സുന്നത്തുകളെ പോലും ഒരു പ്രത്യേക സമയത്തോ സന്ദർഭത്തിലോ സാഹചര്യത്തിലോ ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്നത് പോലും ബിദ്അത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുർ റഗായിബ് പോലെയുള്ള വിഷയങ്ങൾ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ടല്ലോ എന്ന് നാം പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില ആളുകൾ പറയുന്ന വാചകമാണ് അതൊരു പുതിയ നിസ്കാരം ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന്. എന്നാൽ ഇവിടെ സ്വലാത്ത് ചെല്ലുന്ന സ്ഥലത്ത് പുതിയതായി ഒരു ഇബാദത്തും ഉണ്ടാക്കുന്നില്ല, മറിച്ച് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സ്വലാത്തിന് ഒരു പ്രത്യേക സമയത്ത് വല്ല പുണ്യവും അധികമുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് ബിദ്അത്താണ്, അത് തശ്രീഅാണ് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് വിവരിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ദീനിൽ നമുക്ക് ഒന്നും തന്നെ കടത്തിക്കൂട്ടാൻ നിർവാഹമില്ല. അങ്ങനെ ദീനിലേക്ക് വല്ലതും കടത്തിക്കൂട്ടുന്നത് ബിദ്അത്താണ്. അങ്ങനെ കടത്തിക്കൂട്ടുന്നവൻ മുബ്തദിയാണ്. അത്തരം മുബ്തദികളെ കുറിച്ചാണ് നേരത്തെ വിവരിച്ച പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ പിന്നാലെ കൂടാനും ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ വിവരിച്ച ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശദമായി കിതാബുകളുടെ ഉദ്ധരണി സഹിതം പലപ്പോഴായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി താഴെ കൊടുക്കുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ വക്താക്കളായി മരണം വരെ ജീവിക്കാനും ബിദ്അത്തിനെ എതിർക്കാനും തൗഫീഖ് നൽകപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതേ നിനക്കും എനിക്കും അതാ കുടിക്കാൻ വെള്ളം തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, അതേ ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും ഒക്കെ ഫിറ്റ് ചെയ്ത് തന്ന, എല്ലാം തന്ന പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഈ പുത്തൻവാദികളോട് എതിർപ്പുള്ളവനാകണേ. മുഅ്മിനാണോ അവരോട് എതിർപ്പുള്ളവനാകണേ. ഇത്തരം പുത്തനാശയക്കാരുടെ ആശയം ബാത്തിലാണ്, തെറ്റാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാതെ ദുനിയാവിന്റെ പേരിലല്ല. അങ്ങനെ സുന്നിയല്ലാത്തവനുമായി മാറി നിൽക്കുന്നതിനാൽ പടച്ചവൻ വലിയ പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം ഉദ്ദേശിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ്.